ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ. എന്ത് നല്ലൊരു അടിപൊളി പ്രൊമോയാണ് ഇന്ന് വന്നിട്ടുള്ളത്. കുറേ നാളുകൾക്ക് ശേഷമാണ് എല്ലാ സംഭവങ്ങളും ഒത്തിണങ്ങിയ നല്ലൊരു പ്രൊമോ വരുന്നത് കേട്ടോ. കാരണം ഇന്ന് വന്ന പ്രൊമോയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല മാസ് സീനുകളുണ്ട്, നല്ല റൊമാൻറ്റിക്കും ലവ് ആയിട്ടുള്ള സീനുകളുണ്ട്, നല്ല ഇമോഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സസ്പെൻസുകളും നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനും കാണുവാനുമുള്ള ഒരു നല്ലൊരു പ്രൊമോയാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. എന്താണെങ്കിലും ഇന്നത്തെ പ്രൊമോ കണ്ടപ്പോൾ എനിക്ക് മനസ്സ് നിറഞ്ഞു. എന്താണെങ്കിലും അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊച്ചു ചാനലിന് വലിയൊരു ഉപകാരമായിരിക്കും കേട്ടോ. എന്താണെങ്കിലും നമുക്ക് ഇന്നത്തെ കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നല്ല അടിപൊളി ഒരു എപ്പിസോഡായിരുന്നു ഇന്ന് വന്നിട്ടുള്ളത്. അതിൻ്റെ വിശദമായ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അതിൽ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രൊമോയുടെ കാര്യങ്ങളിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് അനുപമ അഞ്ജലിയെ എങ്ങനെയെങ്കിലും ശംഖുചക്രത്തിൽ നിന്നും ഒഴിവാക്കുവാനായിട്ടുള്ള ഒരു ദൗത്യം രാഘവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുകയാണ്. പെർമിഷൻ കിട്ടിയിരിക്കുകയാണ് രാഘവൻ്റെ. അഞ്ജലിയെ എങ്ങനെയെങ്കിലും പുറത്താക്കിയേ പറ്റൂ. ആ ഒരു സംഭവം അനുപമയെ നിനക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? അപ്പോൾ ശിരസ വഹിക്കുകയാണ് അനുപമ. അനുപമ പറയുന്നുണ്ട്, അങ്കിൾ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷത്തോടു കൂടി ഞാനത് ചെയ്യും. ഏത് വഴിയാണെങ്കിലും വേണ്ടില്ല, അഞ്ജലിയെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. അർജുൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അവളെ പുറത്താക്കുക തന്നെ ചെയ്യും. അങ്കിളിൻ്റെ ഈ ഒരു സമ്മതം, ഈ ഒരു വാക്ക് മാത്രം മതി. അങ്ങനെ അനുപമ ആ ഒരു കാര്യം, ആ ഒരു ദൗത്യം ഏറ്റെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഞ്ജലിയും അർജുനും തമ്മിലുള്ള പിണക്കവും അങ്ങനെ വിഷമങ്ങളെല്ലാം പതുക്കെ പതുക്കെ അകലാനായിട്ട് പോവുകയാണ്. കാരണം ഇന്ന് അഞ്ജലിയുടെ അർജുൻ്റെ ആദ്യ രാത്രിയിലേക്ക് അവർ കടക്കാനായിട്ട് പോവുകയാണ്. അതിന് തൊട്ട് മുമ്പായിട്ട് ഗോവിന്ദനുണ്ണി വന്ന് പറയുന്നുണ്ട്, എടാ അർജുന, നീ എല്ലാ കാര്യങ്ങളും എല്ലാം അഞ്ജലിയോട് തുറന്ന് പറയടാ. അവൾക്ക് നിന്നെ മനസ്സിലാക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം അവൾ അത്രയും സെൻസിബിളായിട്ടുള്ളൊരു പെൺകുട്ടിയാണടാ. അപ്പോൾ ഈ ഒരു കാര്യം ഗോവിന്ദൻ പറയുമ്പോൾ വളരെയധികം സന്തോഷത്തിലായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ വേറെ ചില കളികളും ശംഖുചക്രത്തിൽ നടക്കുന്നുണ്ട്. അർജുൻ്റെ അഞ്ജലിയുടെയും ആദ്യ രാത്രി നടത്താൻ സമ്മതിക്കില്ല എന്ന് ശപഥമെടുത്ത ചിലരൊക്കെ ഉണ്ട്. അവർ ആരൊക്കെയെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. അഞ്ജലിയുടെയും അർജുൻ്റെയും ആദ്യ രാത്രി നടത്തരുത്, അതിനുള്ള ഒരു വഴി കണ്ടെത്താൻ വേണ്ടിയിട്ട് അനുപമ ശ്രമിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും അവസാന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്ന സീൻ എന്ന് പറയുന്നത്, അതിനൊരു പോംവഴി അനുപമ കണ്ടെത്തിയിരിക്കുന്നു. അത് വേറൊന്നുമല്ല, കാവ്യനെ വിളിച്ച് കാര്യം പറയുക. അതായത് അർജുനും അഞ്ജലിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിരിക്കുന്നുവെന്ന്. ഈ ഒരു സംഭവം കേട്ട് കഴിഞ്ഞാൽ കാവ്യയ്ക്ക് അവിടെ അടങ്ങിയിരിക്കാൻ പറ്റില്ല എന്ന് അനുപമയ്ക്ക് അറിയാം. അപ്പോൾ ആ ഒരു അവസാന 18ാമത്തെ അടവ് അനുപമ പുറത്തേക്ക് എടുക്കുകയാണ്. അങ്ങനെ അനുപമ വിളിച്ചിട്ട് കാവ്യയുടെ കാര്യങ്ങൾ പറയും. കാവ്യയാണ് കലി തുള്ളി കത്തിയെടുത്ത് നിൽക്കുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. അങ്ങനെ അതിനുശേഷം വീക്കെൻഡ് പ്രൊമോ വരികയും ചെയ്തു. എന്താണെങ്കിലും അഞ്ജലിയുടെയും അർജുൻ്റെയും ആദ്യ രാത്രി നടത്തരുത്, അത് തന്നെയാണ് ഈ നമ്മുടെ അനുപമ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. പക്ഷേ അത് എത്രത്തോളം ഫലവത്തായി എന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാൽ എന്തൊക്കെയോ ഒരു സംഭവം നടന്നിട്ടുമുണ്ട് കേട്ടോ. എന്താണെങ്കിലും വീക്കെൻഡ് പ്രൊമോയുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് നീങ്ങാം. എനിക്ക് വീക്കെൻഡ് പ്രൊമോ തുടങ്ങിയപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി. കാരണം വളരെ പോസിറ്റീവായിട്ടൊരു സീനാണ് നമ്മൾ ആദ്യം തന്നെ കാണുന്നത്. കാരണം നമ്മുടെ അർജുനും അഞ്ജലിയും വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ആദ്യ രാത്രിയിൽ ഒരുമിച്ചിരിക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ അവർക്കിടയിലുള്ള ആ പിണക്കൊക്കെ പതുക്കെ മഞ്ഞുരുക്കി തുടങ്ങി എന്ന് കാണുമ്പോൾ ശരിക്കും സന്തോഷമുണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ അഞ്ജലിയോട് അർജുൻ പറയുന്നൊരു സീനാണ്, ജീവിതത്തിൽ എപ്പോഴും അഞ്ജലിയുടെ കൂടെ ഞാനുണ്ടാവും, എന്ത് ഇണക്കത്തിലും പിണക്കത്തിലും ഒരിക്കലും ഞാൻ കൈവിടുകയില്ല. അങ്ങനെ അഞ്ജലിയോട് നമ്മുടെ അർജുൻ പറയുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മുടെ അഞ്ജലി ആ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അത് മാത്രമല്ല, അഞ്ജലി ധരിച്ചിരിക്കുന്ന ആ ഡ്രസ്സും കണ്ടോ, നമ്മുടെ മുത്തശ്ശിയെ കൂടി കൊടുത്തിട്ടുള്ള ഡ്രസ്സായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം എല്ലാത്തിനും ഒരു അവസാനം വരികയാണ്. വളരെ പോസിറ്റീവായിട്ടൊരു തുടക്കം നമ്മുടെ അർജുനും അഞ്ജലിക്കും ജീവിതത്തിൽ ലഭിച്ചു എന്ന് 100% ഉറപ്പാണ് കേട്ടോ. കാരണം നന്മയുള്ള മനസ്സുകൾക്ക് നന്മ തന്നെ വരത്തുള്ളൂ. ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനിടയിലൊക്കെ ഉണ്ടായേക്കാം, പക്ഷേ എപ്പോഴാണെങ്കിലും അവസാനം അവരെ തേടി നല്ല നല്ല സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വരും എന്നതിന് ഒരു ഉദാഹരണം തന്നെയാണ് അർജുൻ്റെയും അഞ്ജലിയുടെയും ജീവിതം കേട്ടോ. അങ്ങനെ
അവരുടെ ആദ്യ രാത്രി നല്ല രീതിയിൽ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. പക്ഷേ അതിനുശേഷം പല കാര്യങ്ങളും കാട്ടുന്നത് നമുക്ക് ഏറെ ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ അഞ്ജലി കോഫി കൊണ്ടുപോയിട്ട് രാഘവന് കൊടുക്കുന്നതും രാഘവൻ ഇത് കുടിച്ച് പെട്ടെന്ന് ദേഷ്യത്തോടെ എറിയുന്നതും. അപ്പോൾ എന്തോ ഒരു സംഭവം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. മിക്കവാറും വീട്ടിലുള്ള നന്ദിനിയോ അല്ലെങ്കിൽ അനുപമ തന്നെ ആയിരിക്കും എന്തൊക്കെയോ ഒപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായത് അഞ്ജലിക്ക് രാഘവൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടണം, ആ ഒരു സംഭവത്തോട് കൂടിയിട്ട് എന്തൊക്കെയോ ഒരു കള്ളപ്പണി ഒപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അനുപമയോ അല്ലെങ്കിൽ നന്ദിനിയോ അവരാരെങ്കിലുമൊക്കെ ആയിരിക്കാം. അവിടെ വെച്ച് അഞ്ജലീനെ രാഘവൻ അടിക്കത്തൊന്നുമില്ല, പ്രൊമോയിൽ അടിക്കുന്ന സീനൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അടിച്ചേക്കാം. കാരണം കിട്ടിയ അവസരം രാഘവൻ മുതലാക്കാതിരിക്കത്തില്ല. ഒരു പക്ഷേ നമ്മുടെ അഞ്ജലീനെ അടിക്കാനും ഞാനൊരു ചാൻസ് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സീൻ കാണുന്നുണ്ട്. അതായത് പല കളികളും ശംഖുചക്രത്തിൽ നടക്കുകയാണ് അഞ്ജലിക്കെതിരെ. അതിനെ എല്ലാം ഒപ്പോസ് ചെയ്ത് നമ്മുടെ അഞ്ജലിക്കുട്ടി നിൽക്കും എന്ന് തന്നെയാട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീനുകൾക്ക് ശേഷം നമ്മൾ പ്രൊമോയിൽ കണ്ട സീന് എന്ന് പറയുന്നത് കുറുപ്പിൻ്റെ വീട്ടിലാണ്. കുറുപ്പിൻ്റെ വീട്ടിൽ അനുപമ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് കാവ്യയ്ക്ക് ആത്മവിശ്വാസം കൊടുക്കുകയാണ്. മോളെ, നീ ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് എല്ലാ കാര്യങ്ങളും പരിഹാരം ഉണ്ടാക്കാം. ഈ ചേച്ചി നിൻ്റെ കൂടെയുണ്ട്, നീ ഇത് വിഷമിക്കാതിരിക്കുക. അങ്ങനെ കാവ്യയ്ക്ക് ഭയങ്കര സപ്പോർട്ട് കൊടുക്കുകയാണ് അനുപമ. അതായത് അഞ്ജലീനെ ഇല്ലാതാക്കാനായിട്ട്, അഞ്ജലീനെ അർജുൻ്റെ ജീവിതത്തിൽ നിന്നും പറിച്ചു കളയാൻ വേണ്ടിയിട്ട് കാവ്യയ്ക്ക് ഇനി കൂടുതൽ സപ്പോർട്ടായി ഞാൻ കൂടെയുണ്ട് എന്ന് അനുപമ കാവ്യയോട് പറയുന്നൊരു സീനാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ കാണുന്ന ഒരു സീന് എന്ന് പറയുന്നത് കുറുപ്പുമായിട്ട് വീണ്ടും കൂടിച്ചേരുകയാണ് അനുപമ. ദുഷ്ടശക്തികൾ തമ്മിൽ ചേരുമല്ലോ, അതങ്ങനെയാണല്ലോ. അപ്പോൾ അനുപമ കുറുപ്പിനോട് പറയുന്നൊരു സീനാണ് അഞ്ജലിയെ ഇല്ലാതാക്കണം, അവളെ കൊന്നു കളയണം, അവളെ തീർത്ത് കളയണം. അങ്ങനെ അനുപമ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിന് സപ്പോർട്ട് കൊടുത്ത് കുറുപ്പും കൂടി അവർ രണ്ടുപേരും കൂടെ ഒന്നിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും അർജുനും അഞ്ജലിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിച്ച് പ്ലാൻ ചെയ്ത് ഗുണ്ടകളെ ഏർപ്പാടാക്കി അർജുനെയും അഞ്ജലിയും തട്ടിക്കളയാൻ വേണ്ടി പ്ലാൻ ഇടുകയാണ്. അർജുനെ അല്ല, അഞ്ജലീനെ തട്ടിക്കളയാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സീനാണ് കേട്ടോ ഇന്നത്തെ വീക്കിൻ്റെ പ്രൊമോയിൽ ഏറ്റവും അവസാനം വന്നത്. നമ്മൾ കാണുന്ന ഒരു സീന് എന്ന് പറയുന്നത് അർജുനും അഞ്ജലിയും കൂടി ഒരുമിച്ച് ഇങ്ങനെ കിടന്നുറങ്ങുന്ന ഒരു സമയത്ത് കുറച്ച് ഗുണ്ടകൾ കത്തിയൊക്കെ ആയിട്ട് വരികയാണ് നമ്മുടെ അഞ്ജലിയെ തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറുപ്പും അനുപമയും കൂടെ പണി തുടങ്ങി എന്നുള്ളൊരു കാര്യം ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ അർജുൻ ആ ഗുണ്ടകളെ കണ്ട് ചാടി എണീക്കുന്നൊരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ വീക്കിൻ്റെ പ്രൊമോ തീർന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് വന്ന വീക്കിൻ്റെ പ്രൊമോയിലുണ്ട് കേട്ടോ. അതിൽ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം കൂടി വീക്കിൻ്റെ പ്രൊമോയിലുണ്ട്. അതായത് അർജുനും അഞ്ജലിയും ആദ്യരാത്രിയിൽ ഒരുമിച്ച് സന്തോഷത്തോടെ ഇരിക്കുമ്പോഴും നമുക്ക് ചില ആശങ്കകൾ ഉണ്ടാക്കുന്ന രീതിയിൽ അർജുൻ പുറത്ത് സോഫയിൽ കിടന്നുറങ്ങുന്ന ഒരു സീൻ നടക്കുന്നുണ്ട്. അതെന്താണ് എന്ന്, എന്തുകൊണ്ടാണ് അർജുൻ അങ്ങനെ കിടക്കേണ്ടി വരുന്നത് എന്ന് നമ്മൾ ഏറെ ചിന്തിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും വീക്കിൻ്റെ പ്രൊമോയുടെ ഏറ്റവും അവസാന സീൻ ഇങ്ങനെ അഞ്ജലിനെ കൊല്ലാനായിട്ട് ഗുണ്ടകൾ കയറുന്നതും അർജുൻ അത് കണ്ട് ചാടി എഴുന്നേൽക്കുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ തീർന്നിട്ടുള്ളത്. എന്താണെങ്കിലും നാളെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ടേക്ക് കെയർ. ബൈ ബൈ.